ഇനിയൊരു മൗലവി പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദത്തെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നു കേട്ടോളൂ. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, ഒരു മാർബിളിന്റെ ഒരു കഷ്ണുണ്ട്, ഒരു മാർബിളിന്റെ അതുമൊരു കാലടിന്റെ ഒരു അടയാളം. അപ്പൊ അത് മുഹമ്മദ് നബി ചവിട്ടിയിട്ട് താണത് ആ കാലാണ്. അത് പ്രദർശിപ്പിച്ചിട്ട് പൈസ വാങ്ങുകയാണ്. അപ്പൊ മുഹമ്മദ് നബി നടന്ന മണ്ണിന്റെ കലന്തായിരിക്കും. ഈ മാർബിൾ കൂടെ നടന്നപ്പോ ഈ കോലത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മണ്ണിൽ കൂടെ നടന്നു? യാതൊരു തത്വം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു തത്വദീക്ഷ ഇതിനില്ല. വിവരമില്ലാത്തവർക്കൊരു തത്വദീക്ഷയുമില്ല. എല്ലാ കാലവും മറിച്ചതുകൊണ്ട് വിവരമുണ്ടാവുകയില്ല. കാരണം എന്താണ്? ഖുർആൻ മറിച്ചു. വഫീ ആയാതും ബയ്യിനാതും മഖാം ഇബ്രാഹീം. ഖുർആൻ എന്ന് പഠിപ്പിക്കുന്നു, വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹീം മുസല്ലാ. മക്കത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽപ്പെട്ട ദൃഷ്ടാന്തമാണ് മഖാം ഇബ്രാഹീം. എന്തേ മഖാം ഇബ്രാഹീമിന്റെ പ്രത്യേകത? നബിതങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ് മഖാം ഇബ്രാഹീം. അതൊരു ലിഫ്റ്റ് പോലെ വർക്ക് ചെയ്തു. അഥവാ അന്ന് ലിഫ്റ്റില്ലാത്ത കാലമാണ്. കഅബാലയത്തിന്റെ നിർമ്മാണ സമയത്ത് താഴെ നിന്ന് മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം കൊടുക്കുന്നു കല്ല്. അതേറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ മഖാം ഇബ്രാഹീമാകുന്ന കല്ലിന്റെ മേലെ നിൽക്കുന്നു. അത് ഓട്ടോമാറ്റിക്കായി ഉയരുന്നു. വെക്കേണ്ട സ്ഥലത്ത് വെക്കുന്നു. അടുത്തത് വാങ്ങാൻ ഓട്ടോമാറ്റിക്കായി താഴുന്നു. അതാണ് ആയാത്തും ബയ്യിനാത്തും മഖാം ഇബ്രാഹീം. അതിനെ ആദരിക്കണമെന്നോ നിരാകരിക്കണമെന്നോ ഖുർആൻ പറഞ്ഞത്? അതിനെ ആദരിക്കാൻ ഖുർആൻ പറഞ്ഞു, വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹീം മുസല്ലാ. അവിടെ നിങ്ങൾ നിസ്കരിക്കണം. അതിന്റെ പിന്നിൽ ഖുർആൻ പഠിപ്പിക്കുന്നു. തിരക്കുള്ള സമയമാണല്ലോ. ജനങ്ങളൊക്കെ ഒരുപാട് വരുന്ന സമയത്ത് തിരക്കിന്റെ ഇടയിൽ തവാഫ് ചെയ്യുന്നൊരു നടുവിൽ ഈ മഖാം ഇബ്രാഹീം എന്ന് മാറ്റിവെച്ചതോട് ശ്രമിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബ്ലോക്ക് ചെയ്തു. പറ്റില്ല, ഇത് അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം വെച്ചതാണ്, മാറ്റിക്കൂടാ. അവിടെ തന്നെ വെച്ചോ എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞ കല്ലവിടെയുണ്ട്. മൗലവിമാരെ, അതിനേക്കാൾ വലിയ നേതാവ് റസൂലുള്ളാഹിന്റെ കാല് ഒരു കല്ലിൽ പതിഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര നടന്നാലും മണ്ണിലങ്ങ് കുഴിയാകുന്നല്ല. നിങ്ങൾ വിചാരിച്ച ലിമിറ്റിലൊന്നുമല്ല കേട്ടോ നിബന്ധങ്ങളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിനെ കുറിച്ച് ഇമാമിങ്ങൾ കിതാബ് കാല് മാത്രമാണ്. വഖദ് ഇജ്തഹദ ഫീ തഹ്ഖീഖ് മിസാൽ മഅലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽബഹ്തി കുതുബ് സിയരി. അതാ ബഹുമാനപ്പെട്ട മഹാന്മാർ ചരിത്രഗ്രന്ഥങ്ങളിൽ അവിടുത്തെ ചരിത്രത്തിന്റെ മോഡൽ പകർത്താൻ ഒരുപാട് പരിശ്രമിച്ചു. വഅയ്യത്തുൽ ഹുഫാസ് വകിബാറുൽ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട മഹാന്മാരും അതുപോലെ തന്നെ വലിയ ഹദീസ് പണ്ഡിതന്മാരും ഹാഫിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഹദീസ് അനവധി മനഃപ്പാഠമാക്കിയവരാണ്. അവർ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചു. മിൻഹുൽ ഹാഫിൾ ഇബ്നു കസീർ വബ്നുൽ അറബി വഅബൂ റബീഅ ഇബ്നു സാലിം അൽ-കലാഇ വൽ ഇറാഖി വസ്സയൂത്തി വബ്നുൽ അർഫൂഖ് വൽ ഫാറൂഖി തുടങ്ങിയുള്ള മഹാന്മാര് നബിതങ്ങളുടെ ചരിത്രത്തിന്റെ മോഡലിന് വേണ്ടി കിതാബ് എഴുതിയ മഹാന്മാരാണ്. നബിതങ്ങൾ നിങ്ങൾ വിചാരിച്ചെടുത്തല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിന് വേണ്ടി എഴുതിയ കിതാബുകൾ തന്നെ 700 ചെയ്യാനും പേരുള്ള കിതാബുണ്ട്. അതിലേറെ ഒരുപാട് ലക്ഷക്കണക്കിന് കിതാബുകൾ അതുമായി എനിക്ക് നിന്ന് പരിചയമുള്ളതുണ്ട്. അതൊക്കെ പള്ളിമുക്ക് പ്രസംഗത്തിന്റെ സീഡിയിൽ പറയുന്നുണ്ട്. വാങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കാവുന്നു.